നമുക്ക് ടേസ്റ്റിയും അതേമാതിരി തന്നെ നല്ല കുറുകിയ നല്ല മോരുകറി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴുകി എടുത്തിരിക്കുന്നു. അത് കുക്കറിൽ നമുക്കൊരു 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. വേവിക്കുന്നതിനേക്കാൾ മുമ്പ് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാനായിട്ട് മാർക്ക് ചെയ്തത്. അരപ്പിന് ആവശ്യമായിട്ട് കുറച്ചധികം തേങ്ങ മോരുകറിയിൽ ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ തേങ്ങയും എരിവിനാവശ്യമായ പച്ചമുളകും ജീരകവും അതുപോലെ തൈരും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ കായ വേവിച്ച വെള്ളവും പിന്നെ ബാക്കി നമ്മൾ തൈരുമാണ് ഇതിൽ വെള്ളത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി തൈര് നമുക്ക് ഒന്ന് കട്ടയൊക്കെ ഉടച്ച് അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് തിളച്ച് വരണം. നന്നായി തിളയ്ക്കാനായിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് നമുക്ക് വറുത്തിടാം. പിന്നെ ഇതൊന്ന് ആ പാത്രം ഒന്ന് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ആ കറിയിൽ പിടിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേമാതിരി തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.